ഹലോ ഗായ്സ്, ഇത് വിജയാണ് കേട്ടോ നിങ്ങളുടെ. അപ്പോൾ കുറേ ദിവസമായി ഒരു മിനി വ്ളോഗ് ഇട്ടിട്ട്, ഇത് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് ഷോർട്ട് വീഡിയോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, സ്പെഷ്യലി ഡൽഹി സ്റ്റൈൽ ഒരു ഷോർട്ട് കട്ട് മൂലിക പറാഠ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. ആക്ച്വലി എല്ലാവരും മൂലി സ്ക്രേപ്പ് ചെയ്തിട്ട് പിന്നെ അത് നമ്മുടെ ആട്ടയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ പരത്തിയിട്ട് പിന്നല്ലേ ഉണ്ടാക്കുക മൂലിക പറാട്ട. ഇത് ഒരു സമയം നിങ്ങൾക്ക് ലാഭിക്കാവുന്ന വിധത്തിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ മൂലി മേടിക്കുക. മൂലി മേടിച്ചിട്ട് അതിനെ നല്ലോണം ക്ലീനാക്കുക, സ്ക്രേപ്പ് ചെയ്ത് കളയുക. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക. വെള്ളമൊട്ടും ചേർക്കല്ലേ, നല്ല നൈസായിട്ട് അടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പ്യൂരി ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഗരം മസാല, വേണമെങ്കിൽ ഒരു കുറച്ച് ചാട്ട് മസാല ആയാലും കുഴപ്പമില്ല, അദ്രക്ക്, ലസൻ്റെ പേസ്റ്റ്, ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇടണം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ഈ ആട്ടയുടെ പൗഡർ, ആട്ടപ്പൊടിയില്ലേ, ആട്ടയുടെ പൊടി കൂട്ടിയിട്ട് റൊട്ടി ഉണ്ടാക്കുന്ന പൗഡർ, അപ്പോൾ ആട്ടപ്പൊടിയും അതിലിട്ടിട്ട് എല്ലാം ഈ പാത്രത്തിൽ, ഈ പാത്രത്തിന് പരാത് എന്നാണ് ഡൽഹിയിൽ പറയുക കേട്ടോ. അപ്പോൾ ഈ പരാതിലിട്ടിട്ട് നല്ലോണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു മീഡിയം ടൈറ്റ്നെസ്സിൽ നമ്മൾ അതിനെ കുഴക്കണം കേട്ടോ. എന്നിട്ട് അത് നല്ല നീറ്റായിട്ട് റൗണ്ടായിട്ട് അതിനെ പരത്തി ചുട്ടെടുക്കുക നമ്മുടെ തവയമേ. അതിൽ വേണമെങ്കിൽ നെയ്യിട്ടിട്ട്, ഇവിടെ ഞാൻ നെയ്യിട്ടിട്ട് നല്ലോണം രണ്ട് സൈഡിൽ നെയ്യിട്ടിട്ട് നമ്മൾ പൊളപ്പിച്ചെടുക്കുക കേട്ടോ. പൊളപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അതിൻ്റെ ഉള്ളിലത്തെ മൂലി നല്ലോണം വെന്ത് കിട്ടും. അപ്പം ഇങ്ങനെ പൊളപ്പിച്ചെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ ഉള്ളിൽ വെന്തുണ്ടാവില്ല, വെറുതെ ഇങ്ങനെ പുറത്ത് മാത്രം ചുട്ടെടുത്ത പോലെ ആവും. അപ്പോൾ അതാ നിങ്ങളുടെ ഡൽഹി മൂലി പറാട്ട, ഇൻസ്റ്റൻറ്റ് മൂലി പറാട്ട. സമയമില്ലാത്തവർക്ക്, ഓഫീസിൽ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന മൂലി പറാട്ട. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ. പിന്നെ നേരത്തെ ഞാൻ ഇതിൽ പറഞ്ഞു കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണമെന്ന്. അഥവാ നിങ്ങളുടെ മൂലിയിൽ വെള്ളം കൂടുതലുള്ള മൂലിയാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ആ മൂലിയുടെ പ്യൂരി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആട്ട കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പറയണതിൻ്റെ അർത്ഥം അതാണ്, ആട്ട നല്ല ടൈറ്റ് ആവണം. അപ്പോൾ മൂലിയുടെ പ്യൂരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കാണ്ട് കുഴയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഇത് ഒരു അച്ചാറും ഒരു തൈരും ഒരു പച്ചമുളകിൻ്റെയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അടിപൊളി, ഫുൾ ഡേ പിന്നെ നിങ്ങൾക്ക് വിശക്കില്ല. വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഹീങ്ങിൻ്റെ പൗഡറും ഇടാം കേട്ടോ, ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.